യൂദയുടെ ലേഖനമാണ് നമ്മുടെ പഠന വിഷയം. യൂദയുടെ ലേഖനം എന്ന വിഷയം പഠിക്കുമ്പോൾ അതിൻ്റെ ടൈറ്റിലായിട്ട് ഒന്നാമത്തെ ക്ലിപ്പ് മുഴുവൻ കഴിഞ്ഞു. മുഖപരമായിട്ട് പറയേണ്ടി വന്നു. അതിൽ കൂടുതൽ പറയാൻ ഞാനത് ചവിട്ടി പിടിച്ച് പറഞ്ഞുകൊണ്ട് അത്രയായത്. അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതുകൊണ്ട് അത് പറഞ്ഞത്. യൂദയുടെ ലേഖനത്തിലേക്ക് നമ്മൾ വരികയാണ്. വേദപുസ്തകത്തിലെ ഒറ്റ അധ്യായമുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് യൂദയുടെ ലേഖനം. ഒറ്റ അധ്യായങ്ങൾ ഏതൊക്കെയാണ്? ഫിലമോൻ, പിന്നെ 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദ, അല്ലേ? ഇവയാണ് ഒറ്റ അധ്യായങ്ങളുള്ള ലേഖനങ്ങൾ. നമ്മൾ ഈ ഒറ്റ അധ്യായങ്ങളുള്ള ലേഖനങ്ങളൊക്കെ എടുത്ത് അങ്ങ് മാറ്റിയിട്ടിരിക്കുക. അതിൽ നിന്ന് എന്ത് പഠിക്കാനാ? പിന്നെ ഫിലമോൻ്റെ ലേഖനം പഠിക്കുമ്പോൾ വലിയ മെസ്സേജ് ഉണ്ടതിൽ. ഞാനത് വായിച്ച് പഠിച്ചതുകൊണ്ട് പറയുക. ഒരു ദിവസം മുഴുവൻ എടുത്ത് പ്രസംഗിക്കാനുള്ള മെസ്സേജ് ഉണ്ടതിൽ. 2 യോഹന്നാനിലുണ്ട്, 3 യോഹന്നാനിലുണ്ട്, യൂദയിലുണ്ട്. യൂദയെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് യൂദയുടെ ലേഖനം. ഇനി അധികം മുഖോല് പറഞ്ഞ് കളയുന്നില്ല. ദുരുപദേഷ്ടകന്മാർക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു ലേഖനമാണ് യൂദയുടെ ലേഖനം. ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കേണ്ടതും പ്രസംഗിക്കപ്പെടേണ്ടതുമായ ലേഖനമാണ് യൂദയുടെ ലേഖനം. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ പിതാവാം ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യൂദ, പണ്ടാരൻ്റെ ഒക്കെ പറഞ്ഞ് യൂദ ചാകുന്നതിന് മുമ്പ് ഒരു ലേഖനം എഴുതി വെച്ച് ചത്തുപോയല്ലോ. ആ യൂദയല്ല. സ്തോത്രം. അത് നന്നായിട്ട് ഓർത്തോണം. അടുത്ത 3-ാം വാക്യത്തിൽ, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ, 3-ാം വാക്യം ഒന്ന് വായിച്ചേ. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്കൊരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. എന്ത് മനസ്സിലായി വായിച്ച വാക്യത്തിൽ നിന്ന്? എന്ത് മനസ്സിലായി നമുക്ക്? ഈ യൂദയുടെ ലേഖനം 3-ാം അധ്യായം അനേക പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും മറഞ്ഞു കിടക്കുകയാണെന്ന് തോന്നിപ്പോകുന്നു എനിക്ക്, അവിടെ പ്രസംഗങ്ങളും അവിടെ പ്രബോധനങ്ങളും ഒക്കെ കേട്ടിട്ട്. വിശുദ്ധന്മാർക്കൊരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം എന്നത് വിശ്വാസ പ്രമാണം എന്നാണ് അതിൻ്റെ മൂലഭാഷയിൽ നമ്മൾ പഠിക്കേണ്ടത്. ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം, കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനം, ഭക്തിക്കൊത്ത് ഉപദേശം, അത് വിശ്വാസ പ്രമാണം. രാജകീയ ന്യായപ്രമാണം, അത് വിശ്വാസ പ്രമാണം. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം, അത് വിശ്വാസ പ്രമാണം. ക്രിസ്തുവിന്റെ ഉപദേശം, അത് വിശ്വാസ പ്രമാണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനം, ഭക്തിക്കൊത്ത് ഉപദേശം, അത് വിശ്വാസ പ്രമാണം. ഇതാ പ്രമാണം. പുതിയ നിയമ സഭയ്ക്ക് തന്നിരിക്കുന്ന പ്രമാണം അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. അത് ഒന്നാമത്തെ സഭ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചുമ്പോൾ, ഇപ്പോൾ ഉള്ള സഭകൾക്ക് ഈ ഉപദേശമൊന്നും വേണ്ട. അവർക്ക് സങ്കീർത്തനം മതി. അവർക്ക് മോശെ, ഏലിയാവും ദാവീദ് ഒന്നും വേണ്ട. പഴയ നിയമത്തിലെ പ്രസംഗങ്ങൾ കേട്ട് 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 ജനം ആത്മീയമായി നശിച്ച് നരകാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മരണം വരെ അത് പ്രസംഗിക്കും. കാരണം പ്രസംഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും വേണ്ടേ കുറച്ച് പേര് പ്രസംഗിക്കാൻ? ഞങ്ങളെപ്പോലെ അവിടെ ഇവിടങ്ങളിലായി ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ പ്രസംഗിക്കുന്നത്. സിംഹഭാഗവും കർണരസമാകമാറും പലതും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആൾക്കാരെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കുക, സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക, കള്ളപ്രവചനവും ദുരുപദേശങ്ങളും പറഞ്ഞ് ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ പ്രധാന കാരണക്കാർ വിശ്വാസികളെയാ കുറ്റം പറയുന്നത്. ഞാൻ വേദോസം വായിക്കുന്നില്ലല്ലോ, പ്രാർത്ഥിക്കുന്നില്ലല്ലോ, വചനം പഠിക്കുന്നില്ലല്ലോ. ഇവരെ പോലെ വിശ്വാസികൾ പോസ്റ്റർമാർ പറഞ്ഞതൊക്കെ വെട്ടി വിഴുങ്ങാതെ അത് അങ്ങനെയല്ലോ എന്ന് തിരുവെഴുത്തുകളെ ശോധന ചെയ്തു. അതുപോലെ നമ്മളും ശോധന ചെയ്യണം, പഠിക്കണം. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും പറഞ്ഞു വയ്ക്കുന്നത് മുഴുവൻ തിരുവെഴുത്തുകളിലൂടെ ഉരച്ചു നോക്കി ശോധന ചെയ്യണം. നിങ്ങളുടെയൊക്കെ കയ്യിൽ 5 പവൻ സ്വർണ്ണമുണ്ട്, ബാങ്കിലോട്ട് കൊണ്ടുവന്നിട്ട് ഇത് ഒന്ന് പണയം വെച്ച് പെട്ടെന്ന് കാശെടുത്ത് തന്നെ അവിടെ ഇരിക്കാൻ പറയും. പണ്ടത്തെ സിസ്റ്റം വെച്ച് ഉരച്ച് നോക്കും. ഇപ്പോൾ ഇലക്ട്രോണിക്സ് മെഷീനുണ്ട്. അത് ആ മെഷീനിലിട്ടിട്ട് ഒറിജിനലാണെങ്കിലേ കാശ് തരുള്ളൂ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഉണ്ട തിന്നേണ്ടി വരും. പിന്നെ നല്ലവരാണെങ്കിൽ പറയും ഇത് ഫേക്കാണ് കേട്ടോ, ഇത് കള്ള സ്വർണ്ണമാണ്, ഇത് കൊണ്ടുപോക്കോ, മുക്കാണിത്, വരവാണിത്.
ഞങ്ങൾ നിങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസിൽ കൊടുക്കുന്നില്ല, അതുകൊണ്ട് സ്ഥലം വിട്ടോളാൻ പറയും. മനസ്സിലുള്ളവരാണെങ്കിൽ, എന്നെ പോലെയുള്ളവരാണെങ്കിൽ പിടിച്ചകത്താക്കും. കാരണം നില വന്ന് നന്നാവത്തുള്ളൂ. പിന്നെയും ഇത് കൊണ്ടുവന്ന് മറ്റുള്ളിടത്ത് കൊണ്ടുപോയി പറ്റിക്കാതിരിക്കണമെങ്കിൽ പോലീസ് കയറ്റണം. അതുപോലെ ഈ കള്ളപ്രവാചകന്മാരും ദുർവ്രേക്ഷകന്മാരും എന്തിനാ ഇങ്ങനെ തടച്ചു വളരുന്നത്? അവർക്കെതിരെ പ്രതികരിക്കാൻ ആളുമില്ല. സോപ്പിട്ട് നിൽക്കുക. എനിക്കറിയാം, പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പന്മാരെന്ന് പറയുന്ന വലിയ വലിയ പ്രസ്ഥാനങ്ങളിൽ പോലും ഈ ദുർവ്രേക്ഷകന്മാരെ വിളിച്ചു വരുത്തി പ്രസംഗിക്കുന്ന ഒരു ഹീനമായ പ്രവണത ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഏറ്റവും വലിയ ദുരുപദേശം പ്രസംഗിക്കുന്നവനും ഇന്നത്തെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവര് അവരുടെ കഴുത്തെ കൈയിട്ടുകൊണ്ട്, അവരുടെ തോളെ കൈയിട്ടുകൊണ്ട് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? ഈ പ്രസ്ഥാനങ്ങളിലെ ഉപദേശം പഠിപ്പിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഉപദേശിന്ന് പോയി. എല്ലാവരും ധനാഢ്യന്മാരായി, ഗ്രീൻ കാർഡ് കിട്ടി, വിദേശയാത്ര കിട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നോണ്ട് ഉപദേശമൊക്കെ പോയി. ഇപ്പൊ കാശിന്റെ പുറത്തുള്ള കളിയാ. എവിടെ ചെന്നാലും പണം 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 പണം. പണമില്ലേ ശുശ്രൂഷയില്ല, പൈസ ഇല്ലേ. പണ്ട് സദാം ഹുസൈൻ അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞത് എന്താ പറഞ്ഞത്? കോയിൻ ബോക്സ് ആണ് അമേരിക്കൻ പ്രസിഡന്റ്. താൻ ജീവിച്ചിരുന്നപ്പോൾ അമേരിക്കൻ ബുഷിനെ കുറിച്ച് പറഞ്ഞു. ജൂനിയർ ബുഷിനെ കുറിച്ചാണെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല അങ്ങോട്ട്. കോയിനിട്ടാ വർക്ക് ചെയ്യും. ഇവരൊക്കെ യുദ്ധം ചെയ്യുന്നെങ്കിൽ ഇവരുടെ പിന്നിൽ ഇവർക്ക് അടിസ്ഥാനമായവർക്ക് ചിന്തകളുണ്ട്. ഓയിലോ എണ്ണയോ അല്ലെങ്കിൽ സർവാധിപത്യം നടത്തണമോ എന്നുള്ള പല ചിന്തകളുണ്ട് ഉള്ളിൽ. മനുഷ്യനെ നന്നാക്കാനല്ല ഒരുത്തനും ഇവിടെ യുദ്ധം ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയും. ഏറെക്കുറെയൊക്കെ അവർ പറയുന്നതിൽ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ കാണുമായിരിക്കും. ആത്യന്തികമായ ഉള്ളിൽ കിടക്കുന്ന ചിന്ത എന്തെങ്കിലും നേടണം യുദ്ധം കൊണ്ട്. പിന്നെ ഒരു വശം പഠിക്കുമ്പോൾ ഇതൊക്കെ വചനത്തിൻ്റെ നിവൃത്തിയാണെന്ന് കണ്ട് നമുക്കതങ്ങ് വിട്ടുകളയാം. ഞാൻ ആ വചനത്തിലേക്ക് വരട്ടെ. ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം, മോശ മുഖാന്തരം കൊടുത്ത പ്രമാണം, അതാർക്കായിരുന്നു? റോമർ 3:19 വായിക്കുമ്പോൾ ന്യായപ്രമാണം പറയുന്നത് ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട്. അപ്പൊ ന്യായപ്രമാണത്തിന് കീഴുള്ള യഹൂദജാതിക്ക് മാത്രമാണ്. എന്നാൽ ക്രിസ്തുവിന്റെ പ്രമാണമോ എടുക്കാൻ ലൂക്കോസിന്റെ സുവിശേഷം. എനിക്ക് കഴിഞ്ഞ ദിവസം ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുകയായിരുന്നു. അതില് ലൂക്കോസ് 2:10 ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്താ ഈ സർവ്വജനത്തിനും? ഗോത്രമെന്നോ ഭാഷയെന്നോ വംശമെന്നോ ജാതികളെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണ്ഡിതനെന്നോ പാവലനെന്നോ കുചേലനെന്നോ കുബേരനെന്നോ വക വ്യത്യാസമില്ലാതെ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്താണ്? കർത്താവെന്ന ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള രക്ഷ മാനവജാതികൾക്ക് മുഴുവനുള്ളതാണ്. മോശൈക പ്രമാണം യഹൂദനെന്ന ജാതിക്ക് മാത്രമുള്ളതാണ്. പെന്തക്കോസ്തുകാര് കണ്ണു തുറന്ന് ഇനിയെങ്കിലും പാസ്റ്റർമാരും വിശ്വാസികളും ഈ വാക്യങ്ങളൊന്ന് കാണുകയും ഈ വിഷയങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കാല് പിടിച്ച് അപേക്ഷിക്കുക. ഇതിൽക്കുള്ളിൽ എങ്ങനെ താഴാനാ? യേശുക്രിസ്തുവിനെ കണ്ടാലേ കുഞ്ഞുവാവേനെ യേശുക്രിസ്തുവിനെ കണ്ടാലേ മരിക്കത്തുള്ളൂ എന്ന് വാഗ്ദത്തം കിട്ടിയ ഒരു ശിമിയോൻ ഈ പുസ്തകത്തിൽ കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്യം കൂടി ഞാൻ വായിക്കാം. വായിച്ചാട്ട് 2:29 മുതൽ, ലൂക്കോസ് 2:29 മുതൽ. ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയാനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിന്റെ മഹത്വവുമായി. ഫോണം നോക്കിയതേ. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള അപശബ്ദങ്ങൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിന്റെ മഹത്വവുമായി. നീ സകല ജാതികളുടെയും മുൻപാകെ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പൊ യേശു ക്രിസ്തു ആരാ? ഒന്ന് കണ്ണ് തുറന്നൊന്ന് കണ്ടേ. ന്യായപ്രമാണത്തിന് വേണ്ടി മരിക്കാൻ നടക്കുന്ന പാസ്റ്റർമാരും വിശ്വാസികളും ഇതൊന്ന് കേട്ടെ, ഈ വാക്യം ഒന്ന് കേട്ടെ.
ആ അപ്പച്ചൻ പറയുക, ആ ശിമയോൻ എന്ന് പറഞ്ഞ പ്രായമുള്ള അപ്പച്ചൻ പറയുക, നീ എന്നെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം. ഇപ്പൊ ജാതികൾ ഇരുട്ടിക്കിടക്കുക, ജാതികൾ ഇരുട്ടിക്കിടക്കുക. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സെബുലൂൻ ദേശവും നാഫ്താലി ദേശവും കടൽക്കരയിലെ യോർദാൻ കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുളിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. മത്തായി 4:14, 15, 16 വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം പഠിക്കുമ്പോൾ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അത് സാക്ഷാൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ലൂക്കോസ് പറയുന്നത് എത്ര മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ നാഥാ നീ എന്നെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും ദൃജലമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപാകെ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ക്രിസ്തുവിൻ്റെ പ്രമാണം. യൂദ എന്താ പറയുന്നത്? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം സകല ജാതികൾക്കും വേണ്ടിയുള്ളതാണ്. ഭൂമിയിൽ പിറന്നു വീഴുന്ന എല്ലാ മാനവ ജാതികൾക്കും വേണ്ടിയുള്ളതാണ്. സ്തോത്രം. ഈ രക്ഷ ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, യഹൂദന് പോലും രക്ഷപ്പെടണമെങ്കിൽ, യഹൂദന് പോലും രക്ഷപ്പെടാൻ ഇപ്പോഴുള്ള പ്രമാണം ഈ ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്, ക്രിസ്തുവിൻ്റെ പ്രമാണമാണ് എന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശം അനുസരിക്കാതെ യഹൂദന് പോലും ഇപ്പം രക്ഷയില്ല. ഇന്ന് പിറന്നു വീഴുന്ന ഒരു യഹൂദനും രക്ഷപ്പെടണമെങ്കിൽ ഈ പ്രമാണം തന്നെ അനുസരിക്കണം. പണ്ട് മരിച്ചുപോയ യഹൂദന്മാരുടെ കാര്യം ഓക്കെ, യാഗം കഴിച്ച് നിയമം ചെയ്താൽ അവർക്ക് രക്ഷപ്പെടാം. നമുക്ക് രക്ഷ ഇന്നുള്ള സകല മാനവജാതിക്കും, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും, യഹൂദ ജാതിക്കും അല്ലാത്ത ജാതികൾക്കും ആയിരക്കണക്കിന് ജാതികളുണ്ട്. രക്ഷപ്പെടാനുള്ള രക്ഷ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണെന്ന് ആ ശിമ്യോന്റെ പ്രസ്താവനയിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശം, രചനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുൻപാകെ ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പോൾ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസ പ്രമാണം ഇത് സകല ജാതികൾക്കുള്ള പ്രമാണമാണ്. ഒരു കൂട്ടം ജനത്തിന് വേണ്ടിയുള്ളതല്ല. എന്നാൽ മോശയിക പ്രമാണം യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ സ്ത്രീയുടെ സന്തതി വരുന്നവരെ, ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതി വരുന്നവരെ കൊടുത്തൊരു ടെമ്പററി ലോയാണ് മോശയിക പ്രമാണം. അതേ ലേഖനത്തിൽ, അതേ അധ്യായത്തിൽ പറയുന്നത് വാഗ്ദത്ത സന്തതി വരുവോളം, സ്ത്രീയുടെ സന്തതി വരുവോളം ന്യായപ്രമാണം യേശുക്രിസ്തുവിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ശിശുപാലകൻ, ഒരു കുഞ്ഞിനെ നമ്മൾ 3, 4, 5, 6 വയസ്സ് വരെ നോക്കുന്നു, സംരക്ഷിക്കുന്നു, കൊണ്ടു നടക്കുന്നു, സ്കൂളിൽ കൊണ്ടുവിടുന്നു, പിടിക്കുന്നു ഒക്കെ ചെയ്യുന്നു. അവൻ കോളേജിൽ പോയി അവൻ്റെ പുറകെ നടക്കണോ? വേണ്ട. കാര്യപ്രാപ്തിയുള്ള സമയം വന്നു കഴിഞ്ഞാൽ താനെ പൊക്കോളൂ എന്നതുപോലെ യേശുക്രിസ്തുവിലേക്ക് ന്യായപ്രമാണം നടത്തുവാൻ യഹൂദന്മാർക്കൊരു ശിശുപാലകനെ പോലെ വന്നു. ജാതികൾക്ക് അതുമില്ല. ജാതികൾക്ക് ഡയറക്റ്റായിട്ട് ക്രിസ്തുവിനെ പ്രസംഗിച്ച് അവരെ രക്ഷയിലേക്ക് നടത്താൻ ചെയ്യേണ്ടത്. ആരെങ്കിലും ന്യായപ്രമാണം പ്രസംഗിച്ചാണ് രക്ഷയിലേക്ക് നടത്തുന്നത്? ഇന്ന് അല്ലല്ലോ. സ്തോത്രം. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ വിട്ടുപോകരുത്. ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണത്തിന് വേണ്ടി പോരാടണമെന്ന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. യൂദ ആദ്യം എഴുതിയത് എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് എഴുതിയത്? പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച്, കോമൺ സാൽവേഷൻ, രക്ഷയെക്കുറിച്ച് എഴുതുവാൻ എനിക്ക് സകല പ്രയത്നവും ചെയ്യുകയിൽ. അപ്പോൾ പൊതുവിലുള്ള രക്ഷ, പൊതുവിലുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക, അതാണ് പൊതുവിലുള്ള രക്ഷ. ഇന്ന് അങ്ങനെയുള്ള പ്രസംഗങ്ങളും ഇല്ല, വളരെ കുറവാണ്. സുവിശേഷ പ്രസംഗങ്ങളിൽ യേശു ക്രിസ്തുവിലൂടെയുള്ള പാപമോചനവും ആത്മരക്ഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് വളരെ കുറവാണ്. പരിജ്ഞാനമുള്ള കുറച്ച് പേരുണ്ട്, അവർ പ്രസംഗിക്കും. പൊതുവിലുള്ള രക്ഷയെന്ന് പറഞ്ഞാൽ മറ്റൊരുത്തന്നെ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. അതാണ് യേശു ക്രിസ്തുവിലുള്ള രക്ഷ.
അത് തന്നെ പ്രസംഗിക്കപ്പെടണം. ഏത് ജാതിയിലും മതത്തിലും ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും പെട്ടവർക്ക് രക്ഷപ്പെടാനുള്ള പ്രസംഗം അത് തന്നെയാണ്. അതിനെക്കുറിച്ച് എഴുതാനാണ് യൂദയ്ക്ക് പ്രേരണ കിട്ടിയതെങ്കിലും അവസാനം വന്നപ്പോൾ എന്തു പറ്റി? സകല പ്രയത്നവും അത് എഴുതാൻ വേണ്ടി ചെയ്തപ്പോൾ വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ പദപ്രയോഗത്തിൻ്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കി. വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണത്തിന് വേണ്ടി പോരാടണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഈ വചനത്തിൻ്റെ ഉപദേശങ്ങൾക്ക് വേണ്ടി ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പോരാടി മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഉപദേശം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ പോരാട്ടമുണ്ട്, വലിയ പോരാട്ടമുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യം ഒന്ന് വായിച്ചാൽ. പോരാട്ടമുണ്ടോ? പൗലോസ് അത് പറയുന്നുണ്ടോ? കൊലോസ്യർ 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. പോരാട്ടത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന ഭാഗങ്ങളാണത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനെയും സകല ജ്ഞാനത്തോടുകൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പൗലൂസ് വചനം പ്രസംഗിച്ചത് പോരാടിക്കൊണ്ടാണ്. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പോരാടിക്കൊണ്ടാണ് പൗലൂസ് പ്രസംഗിച്ചത്, പത്രോസ് പ്രസംഗിച്ചത്, യോഹന്നാൻ, യാക്കോ അവരൊക്കെ പ്രസംഗിച്ച് അങ്ങനെയായിരുന്നു. സ്തേഫാനോസ്, ഫിലിപ്പോസ് അവരൊക്കെ പ്രസംഗിച്ചത് വലിയ പോരാട്ടത്തോടെയായിരുന്നു. ഇന്നത്തെ ഉപദേശിമാർക്ക് ഒരു പോരാട്ടവും ഇല്ല. അവർ പ്രസംഗിച്ച് കഴിയുമ്പോൾ കൈ നിറയെ കാശ്, വണ്ടിക്ക് വണ്ടി, കിണ്ടിക്ക് കിണ്ടി, വീടിന് വീട്, ഇതൊക്കെ കിട്ടുക. അപ്പോൾ ഇവർ വിചാരിച്ചിരിക്കുന്നത് പ്രസംഗിച്ച് കഴിയുമ്പം ദൈവം കൊടുത്താണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും അല്ല ദൈവമക്കളെ, ഇതൊക്കെ വെറും എന്തോ പറയുക, ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണിത്. യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പോരാട്ടമുണ്ട്. പൗലൂസ് ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ചപ്പോൾ എല്ലാവരും കൂടി കല്ലെറിഞ്ഞു. പൗലൂസ് എന്ത് ചെയ്തു? മരിച്ചവനെ പോലെയായി. സൗരന്മാർ കൂടി എന്ന് സ്തോത്രം ചെയ്ത് കാണും, പുള്ളി എഴുന്നേറ്റങ്ങ് പോയി. അതുപോലെ യഥാർത്ഥ വചനപ്രഘോഷണം നടത്തിയ നമ്മുടെ ക്യാപ്റ്റൻ ശമൂവേൽ 16 പ്രാവശ്യത്തോളം മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഈ കേരളത്തിൽ പ്രസംഗിച്ചാൽ വലിയ പോരാട്ടമൊന്നുമില്ല. വടക്കേ ഇന്ത്യയിൽ, ഇന്ത്യയുടെ മറ്റു ഇതര സംസ്ഥാനങ്ങളിലൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് വലിയ പോരാട്ടമുണ്ട്. നമുക്കത് അറിഞ്ഞുകൊള്ളാഞ്ഞിട്ടാ. വലിയ പോരാട്ടം സഹിക്കുന്നുണ്ട്. ഒരിക്കലെങ്കിലും അല്ല 2 പ്രാവശ്യമെങ്കിലും അടികൊള്ളാത്ത പാസ്റ്റർമാർ വടക്കേ ഇന്ത്യയിൽ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ പോരാട്ടമാണ്. അപ്പോൾ ഈ പത്യുവചനം, പത്യോപദേശം പ്രസംഗിക്കുമ്പോൾ ലോകത്തോടും ജലത്തോടും പിശാചിനോടും പോരാടി വേണം നിൽക്കാൻ, അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ഇതൊരു വലിയ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അവിടെ നിന്ന് താഴേക്കുള്ള വാക്യത്തിലേക്ക് ഞാൻ വരിക. ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അടുത്ത 4-ാം വാക്യം വായിച്ചാണ്. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. മതി. 4-ാം വാക്യം ശ്രദ്ധിച്ച് പഠിച്ചോണം. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. 2026 നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു വിഷയം, ഈ കാലഘട്ടത്തിലാണ് ദുരുപദേഷ്ടകന്മാർ അതിശക്തിയോടെ നുഴഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അത് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും എന്ന് വേണ്ട, സഭയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. പൗലൂസിൻ്റെ ടീച്ചിങ് അങ്ങനെയാണ്. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായം നിങ്ങൾ വായിച്ച് പഠിച്ചു നോക്കിക്കോ. അവിടെ പൗലൂസ് ആ പ്രസ്താവന പറയുന്നുണ്ട്. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായം വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾ അധ്യക്ഷരാക്കി വെച്ച് ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ജന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ഇവിടെ നുഴഞ്ഞു കടക്കത്തില്ലെന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ.
കൊടിയ ചെന്നായ്ക്കളുടെ കടക്കും. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, വെളിയിൽ നിന്ന് വരും; രണ്ട്, കൂട്ടത്തിൽ നിന്ന് എഴുന്നേൽക്കും. ഇത് രണ്ടും ശ്രദ്ധിക്കണം. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ദുരുപദേഷ്ടക്കന്മാർ എഴുന്നേറ്റ് വരും, അതിൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ചിലർ വെളിയിൽ നിന്ന് വരും. ഇത് രണ്ടും സൂക്ഷിച്ചോണം. ഇല്ലെങ്കിൽ കളപറിച്ചു കളയും സഭയെ നശിപ്പിച്ചു കളയും. പിന്നെ ഭൂമിയിൽ പിന്നെ സഭയില്ല, അതുകൊണ്ട് പിന്നെ നശിക്കാനൊന്നുമില്ല. സഭയെന്നുള്ളത് മുഴുവൻ ചുമ്മാ സർക്കസ് കൂടാരങ്ങളായി മാറിയൊരു കാലഘട്ടമായി മാറിയിരിക്കുക. യഥാർത്ഥ പഥ്യവചനം, പഥ്യോപദേശം പ്രസംഗിക്കുന്ന സഭകൾ ഭൂമിയിലില്ല. അതിന് ഉണ്ടായി വരണമെന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളതൊക്കെ ഓരോരുത്തർക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗം കിട്ടുന്നു, അത്രേ ഉള്ളൂ. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭ കന്യകയാണ്, മണവാട്ടിയാണ്. സഭ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ആ നിലയിലുള്ള പഠിപ്പിക്കൽ ഏത് സഭയിലാണ് ഉള്ളത്? ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് എഴുതി വെച്ച് കൺവെൻഷൻ നടത്തി പപ്പടം പായസം കൂട്ടി തിരുമ്മി ചാപ്പാട് പിടിച്ച് എല്ലാവരും നാല് വഴിക്ക് പോയി. ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഉപദേശം ആര് പ്രസംഗിച്ചു? എവിടെ പ്രസംഗിച്ചു? എന്ത് പ്രസംഗിച്ചു? ഞങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിലൊന്നും ഉപദേശമൊന്നുമില്ല. ആളെ കൂട്ടി വലിയ ജനം കൂടി വന്നു. എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരമാണ്, സഭയാണെന്നൊക്കെ പറഞ്ഞു പോയാൽ നടക്കുമോ? അതിന് ഉപദേശം വേണ്ടേ? അതിന് വ്യവസ്ഥ വേണ്ടേ? അതിനൊരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണത്തിന് വേണ്ടി പോരാടാൻ ആൾക്കാർ വേണ്ടേ? ശുശ്രൂഷകന്മാർ വേണ്ടേ? അപ്പോൾ സഭയെന്നുള്ളത് വിശുദ്ധന്മാരുടെ സംഘമാണെങ്കിലും കൂട്ടമാണെങ്കിലും അതിൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ഇവിടെ സംഭവിച്ചതാ. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 വാക്യങ്ങളൊന്ന് വായിച്ചേ. അവിടെയും ഇതേ പ്രസ്താവന, ഇതിനോട് സാമ്യമുള്ള പ്രസ്താവന നമുക്ക് കാണാൻ കഴിയുന്നു. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. ഞാനൊരു വെളിപ്പാടനുസരിച്ച് എത്രേ പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. എൻ്റെ കൂടെയുള്ള തീത്തോസ് അവനെങ്കിലും പരിചയം ഏൽപ്പാൻ ആരും അവനെ നിർബന്ധിച്ചില്ല. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. കണ്ടോ, ഇവിടെയും നുഴഞ്ഞു വന്നു, യൂദയുടെ ലേഖനത്തിലും നുഴഞ്ഞു വന്നു, എല്ലാ സഭകളിലും നുഴഞ്ഞു വരുന്നുണ്ട്. അത് കാണാനുള്ള ആത്മീയ ദൃഷ്ടിയുള്ള ഭാഷമാരില്ല. 7 സഭകളെന്നുള്ള നിലയിൽ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൽ 7 സഭകളിൽ ആദ്യത്തെ സഭയായ എഫെസോ സഭയിൽ ഒരു കൂട്ടർ നുഴഞ്ഞു വന്നു. അവരേത് ലേബിളിലാണ് വന്നത്? പ്രവാചകന്മാരെന്ന് വന്നു. പ്രവാചകന്മാരെന്ന് പറഞ്ഞുകൊണ്ട് എഫെസോ സഭയിൽ ഒരു കൂട്ടർ പ്രവചിക്കാൻ നുഴഞ്ഞു വന്നു. സഭയിലെ പാർശ്വവിശ്വാസികൾ അവരെ പരിശോധിച്ചപ്പോൾ അവരാരായി മാറി? കള്ളപ്രവാചകന്മാരായി തീർന്നു. ഇന്ന് സഭകളിൽ നുഴഞ്ഞു വരുന്നവരെ തിരിച്ചറിയാനുള്ള ഉപദേശവും ആത്മീയ ദൃഷ്ടിയും ആത്മീയ കാഴ്ചപ്പാടുമുള്ള പാസ്റ്റർമാർ വളരെ കുറവാണ്. പറ്റയില്ലെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ നുഴഞ്ഞു വന്നവർ കൊണ്ട് ദുരുപദേശങ്ങളെല്ലാം വിളമ്പിട്ടങ്ങ് പോകും. ഇതെല്ലാം ഈ തെറ്റായ ഉപദേശങ്ങളൊക്കെ എടുത്ത് വെട്ടി വിഴുങ്ങി ജനം ആത്മീക രോഗം ബാധിച്ച് ഐസിയു കിടക്കാമെന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അത്ര സീരിയസ് ആയിട്ടൊരു വിഷയമായത്. അപ്പോൾ യൂദ പറയുന്നു, ചിലർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവർക്കുള്ള ശിക്ഷാവിധിയും ആ നുഴഞ്ഞു വന്നവർക്കുള്ള ശിക്ഷാവിധിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് യൂദയുടെ വിഷയത്തിലെ പ്രതിവാദി വിഷയം. അത് നമ്മൾ ശാന്തമായിട്ടൊന്ന് ഗ്രഹിക്കാൻ പോവുകയാണ്. അടുത്തതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരാം. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഇച്ഛിക്കുന്നതെന്തെന്നാൽ ഒരു വലിയ പ്രസ്താവന. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ വാക്യം. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചു, വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അവ രക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ദൈവമാണെന്ന് മനസ്സിലായല്ലോ. രക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ദൈവമാണെന്ന് മനസ്സിലായല്ലോ. ഇത് മനസ്സിലാക്കണം. നമ്മൾ രക്ഷിക്കുന്നവനായിട്ട് മാത്രമേ ദൈവത്തെ കാണുന്നുള്ളൂ.
പ്രമാണം അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മളെ നശിപ്പിച്ച് കളയുന്നത് ദൈവം തന്നെ. അതിന് ദൈവം പല മാധ്യമങ്ങൾ ഉപയോഗിക്കും. തെസ്സലോനിക്ക ലേഖനം 2-ാം ലേഖനത്തിലെ ഒരു വിഷയം എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നു. അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 7 വാക്യങ്ങൾ വായിക്കാം. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തി ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികൾ തന്നെ അങ്ങനെ സംഭവിക്കും. എങ്ങനെ സംഭവിക്കും? അത്ഭുതങ്ങളും അടയാളങ്ങളും. ഇടയ്ക്കൊരു പാസ് പറഞ്ഞിട്ട് രാത്രി മുഴുവൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച അത്ഭുതങ്ങൾ നടക്കും. ശരിയായിരിക്കും. ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുമെന്ന്. അപ്പോൾ പുള്ളിയുടെ തലമണ്ടയിലേക്ക് കയറിയിരിക്കുന്നത് അത്ഭുതം അത്ഭുതം അത്ഭുതം. ഈ അത്ഭുതത്തിൻ്റെ പുറകെ ആൾക്കാർ പാഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാ അത്ഭുതങ്ങളും ഗുണം ചെയ്യുന്നതല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിലെ 2 അത്ഭുതങ്ങളേ ഉള്ളൂ എന്ന് ഞാൻ പ്രസംഗിക്കാറുണ്ട് സാധാരണ. നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം മനുഷ്യനായിട്ട് വന്നു, ഒന്നാമത്തെ അത്ഭുതം. 2-ാമത്തെ അത്ഭുതം, ആ മനുഷ്യനെ നിത്യമായ ജീവനിലേക്ക് നടത്തുവാൻ, അല്ലെങ്കിൽ നിത്യസ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കുവാൻ ആ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശയം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവമക്കളെ വാനമേഘത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചേർക്കുവാൻ 2-ാമതുള്ള കർത്താവിൻ്റെ വരവ്, അത് 2-ാമത്തെ അത്ഭുതം. ഈ അത്ഭുതം അല്ലാതെ മറ്റേത് അത്ഭുതത്തിന് ഞാനൊരു വിലയും കാണുന്നില്ല. ഇവിടെ അത്ഭുതമെന്നും പറഞ്ഞ ആൾക്കാർ പുറകെ പായുക. തെസ്സലോനിക്കയിൽ പൗലോസ് പഠിപ്പിക്കുന്ന ആ പഠിപ്പിക്കലെന്ന് മനസ്സിലാക്കി. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികൾ തന്നെ അങ്ങനെ ഭവിക്കും. അടുത്ത 11-12 വാക്യം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ആരയക്കുന്നു? ആരയക്കുന്നത്? വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി ആരയക്കുന്നു? ആ വാക്യം വായിച്ചേ. 11-12 വായിച്ചേ. സത്യത്തെ വിശ്വസിക്കാതെ ഏവർ വരേണ്ടതിന് ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. അപ്പോൾ ആരാ അയക്കുന്നത്? ദൈവം അയക്കുന്നു. വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി ദൈവം അയക്കുന്നു. എന്തുകൊണ്ടാണ് അയക്കുന്നത്? സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നുണ്ട്. അനീതിയിൽ രസിക്കുന്ന പാസ്റ്റർമാരിന്ന് കൂടി വരിക. ഏത് തോന്നിവാസവും പറഞ്ഞിട്ട് അതിലങ്ങ് സന്തോഷിച്ചുകൊള്ളുക. വചനവിരുദ്ധമായ കാര്യങ്ങൾ ജനത്തെ പഠിപ്പിച്ചിട്ട് അതിൽ കിടന്ന് സന്തോഷിക്കുക, തുള്ളിച്ചാടുക. അത് അനീതിയിൽ രസിക്കുക. അവർക്ക് വേണ്ടി കുറേ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വ്യാജമായി ദൈവം തന്നെ ചെയ്ത് കാണിക്കും. അപ്പോൾ അതിലങ്ങോട്ട് വിശ്വസിച്ച് അവരുടെ ആത്മരക്ഷ എന്നേക്കുമായി നഷ്ടപ്പെടും. ഈ തെസ്സലോനിക്ക ലേഖനത്തിലെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഒരു 100 പ്രാവശ്യം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ വായിച്ച് പഠിച്ച് ഗ്രഹിച്ചു കൊള്ളണം. അത്ഭുതങ്ങൾ അടയാളങ്ങളിലൂടെ ജനത്തെ തെറ്റിച്ചു കൊണ്ടിരിക്കുക. ദൈവം തന്നെ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയച്ച് അവരെ നശിപ്പിച്ച് കളയുക ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? സത്യത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട്. ഏതായി സത്യം? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന കർത്താവിൽ വിശ്വസിക്കാത്തതുകൊണ്ട്, കർത്താവിൻ്റെ ബലിമരണത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട്, കർത്താവിൽ കൂടിയുള്ള ആത്മരക്ഷ വിശ്വസിക്കാത്തത് കൊണ്ട്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം ഭക്തിക്കൊത്ത് ഉപദേശമനുസരിച്ച് ജീവിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച് ആത്മീയ വർധന പ്രാപിച്ച് ആത്മീയ നിറവ് പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാത്തത് കൊണ്ട് വ്യാജമായ ചില അടയാളങ്ങളിലൂടെ അവരെ നശിപ്പിച്ചു കളയും. ദൈവം തന്നെ ചെയ്യും. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവ അവരെ മിഥ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവം ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു.
ദൈവപ്രമാണം ലംഘിപ്പിക്കുമ്പോൾ ദൈവം ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. ആ പദം തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ രക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ദൈവമാണെന്ന് മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ പ്രാപിക്കാതെ ആ നിത്യജീവന് വേണ്ടിയുള്ള ഉപദേശങ്ങൾ, പത്യവചനം, പത്യോപദേശം അനുസരിച്ച് ജീവിക്കാതെ നമുക്ക് തോന്നിയ പോലെ നടന്നാൽ പിശാചിൻ്റെ കയ്യിലോട്ട് ദൈവം തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. നരകത്തിലേക്ക് ദൈവം തന്നെ തള്ളിക്കളയും. ഇത് വേദപുസ്തകം തരുന്ന ശക്തമായ പഠനമാണ്. ഇതൊന്നും പഠിക്കാനോ പഠിപ്പിക്കാനോ ഇവിടെ ആളില്ല. എന്ത് ചെയ്യാനാ? രക്ഷിക്കുന്നതും ദൈവമാണ്, ശിക്ഷിക്കുന്നതും ദൈവമാണ്. നിത്യതയിലേക്ക് ഒരു മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്നതും ദൈവമാണ്, അത് പ്രമാണം അനുസരിച്ചാൽ. ഇല്ലെങ്കിൽ നിത്യമായ നരകത്തിലേക്ക് തള്ളിക്കളയുന്നതും ദൈവമാണ്. ഇത് മനസ്സിലാക്കണം. നമ്മൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. യൂദ അത് ശക്തമായി പഠിപ്പിക്കുക. നിങ്ങളോ സകലം ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചു, വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു കളഞ്ഞു. അത് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ 1 വാക്യങ്ങളൊന്ന് വായിക്കും. അവിടെ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമുണ്ട്. എബ്രായ ലേഖനം 4:1 മുതൽ, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു. അപ്പോൾ ദൈവമക്കളോട് തന്നെ, ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ രക്ഷിക്കും, ഞാൻ നിങ്ങളെ പിടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പ്രമാണം അനുസരിക്കാതെ വന്നപ്പോൾ എന്താ പറ്റി? അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു. ആ വിഷയം യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ വളരെ സവിസ്താരമായിട്ട് പറയുന്നുണ്ട്. ഞാനത് പല പ്രാവശ്യം ആ വിഷയം പ്രസംഗിച്ചിട്ടുണ്ടെന്നുള്ള എൻ്റെ ഓർമ്മ. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 4-ാമത്തെ അധ്യായം, മനുഷ്യപുത്രാ, നീ അവരെ ന്യായം വിധിക്കുമോ? നീ അവരെ ന്യായം വിധിക്കുമോ? നീ അവരുടെ പിതാക്കന്മാരുടെ മ്ലേച്ഛതകളെ അവരോട് അറിയിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു, യാക്കോബ് ഗൃഹത്തെ അവൻ്റെ സന്തതിയെയും തിരഞ്ഞെടുത്തു എന്ന് കൈ ഉയർത്തി സത്യം ചെയ്തു. ഇസ്രായേൽ ദേശത്തു നിന്നും അവർക്ക് വെളിപ്പെടുത്തിയ നാളിൽ തന്നെ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈയുയർത്തി സത്യം ചെയ്തു. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് സത്യം ചെയ്തു. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാണെന്ന് സത്യം ചെയ്തു. ഞാൻ അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരിക്കുന്നതും പാലും തേനും ഒഴുകുന്ന ദേശത്തിൻ്റെ മഹത്വമായിരിക്കുന്നതുമായ ദേശത്തേക്ക് അവരെ കൊണ്ടുവരുമെന്ന് ആ നാളിൽ ഞാൻ അവരോട് കൈ ഉയർത്തി സത്യം ചെയ്തു. അതേ ദൈവം തന്നെ പ്രമാണം ലംഘിക്കരുത്, നിങ്ങൾ മലിനമാകരുത്, നിങ്ങൾ വിഗ്രഹാര അത്ഭുതത്തിലേക്ക് പോകരുത്, നിങ്ങൾ ജാതികളോട് ഇടകലരരുത് എന്നൊക്കെ അവർക്ക് ശക്തമായ കൽപ്പന കൊടുത്തിട്ട് അവസാനം പറഞ്ഞു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുമെന്ന് സത്യം ചെയ്തെങ്കിലും നിങ്ങൾ പ്രമാണത്തിൽ നിൽക്കാത്തത് കൊണ്ട്, വ്യവസ്ഥയിൽ നിൽക്കാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ എന്തു ചെയ്യും? ഇതിനാ വാക്യമായിട്ട് തന്നെ വായിക്കാം. സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയില്ല എന്ന് ഞാൻ മരുഭൂമിയിൽ വെച്ച് കൈ ഉയർത്തി സത്യം ചെയ്തു.